ഇടതുപക്ഷ മുന്നണി ത്രിതല പഞ്ചായത്ത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന 24 സ്ഥാനാർത്ഥികളെയും കാളികാവ് ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്കും മത്സരിക്കുന്ന മുന്നണി സ്ഥാനാർത്ഥികളെയാണ് PTB ഓഡിറ്റോറിയത്തിൽ ചേർന്ന വൻ ജനാവലിയെ സാക്ഷിയാക്കി പ്രഖ്യാപിച്ചത്. കരുവാരകുണ്ട് പഞ്ചായത്തിൽ ഇടതുമുന്നണിയുടെ സമ്പൂർണ്ണ പട്ടിക UDFിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് മുന്നേ തന്നെ പ്രഖ്യാപിക്കാനായതിലൂടെ പ്രചരണ രംഗത്ത് LDF വൻ മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നതെന്നാണ് പൊതുവായ രാഷ്ട്രീയ വിലയിരുത്തൽ. LDF ഇക്കുറി കേരള കോൺഗ്രസ് മാണി വിഭാഗം, CPI, RJD, INL എന്നീ ഘടകകക്ഷികളെ കൂടി സീറ്റുകൾ നൽകി പരിഗണിച്ചു എന്നതും പ്രത്യേകതയാണ്. തുടർ ഭരണത്തിന് അനുകൂല വിധിയെഴുത്തുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുമുന്നണി നേതൃത്വം. ഒരു കാര്യം ഉറപ്പാക്കി പറയുന്നുണ്ട്, ഇത്തവണയും കരുവാരക്കുണ്ട് LDF അതിന്റെ പ്രഖ്യാപനമാണ് ഈ കൺവെൻഷൻ. കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് മാത്രമല്ല, കേരളമെമ്പാടും ഇടതുപക്ഷത്തിന് നെഞ്ചേറ്റുന്നതിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. കാരണം അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, ഈ നാട് നന്നാവണമെന്നുണ്ടെങ്കിൽ, ഈ നാട് ഇനിയും മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ, നേട്ടങ്ങളുടെ നെറുകയിൽ എത്തി നിൽക്കുന്ന കേരളത്തെ ഇനിയും ഒരു പുതിയ കേരളമാക്കി മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ആ നവകേരള സൃഷ്ടിക്ക് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശക്തിപ്പെടണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ ഗവൺമെന്റ് ഇനിയും തുടരണം എന്ന് കേരളീയ സമൂഹം ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ആഗ്രഹത്തിന്റെ പൂർത്തീകരണമായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തുകൊണ്ടാണ് ഇടതുപക്ഷം കേരളത്തിൽ ശക്തിപ്പെടേണ്ടതിന്റെ ആവശ്യകത നമ്മളിപ്പോ ഇന്ന് ചർച്ച ചെയ്യുമ്പോൾ, ലോകം ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഇന്നത്തെ പത്രമാധ്യമങ്ങളിലൊക്കെ വന്ന വാർത്ത. ബീഹാർ എന്ന് പറയുന്ന സംസ്ഥാനത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിന് മുമ്പേ വോട്ടർ പട്ടികയിൽ നിന്ന് 60 ലക്ഷം ആളുകളെ നീക്കം ചെയ്തു. എന്നിട്ട് തങ്ങൾക്ക് വോട്ട് കിട്ടും, ജയിക്കുമെന്ന് ഉറപ്പുള്ള രീതിയിൽ ഒരു വോട്ടർ പട്ടിക തയ്യാറാക്കി ആ വോട്ടർ പട്ടിക വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് നടക്കുന്നു. കഴിഞ്ഞ 5 വർഷം കരുവാരക്കുണ്ട് പഞ്ചായത്തിൽ വികസന രംഗത്ത് ഒരു നാന്ദി കുറിക്കുവാൻ കഴിഞ്ഞ നല്ലൊരു ഭരണസമിതിയാണ് നമ്മൾ ഇവിടെ കഴിഞ്ഞ 5 വർഷത്തെ ഭരണം നിർവഹിച്ചത്. തുടർന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ കർമ്മനിരതരായ ഒരു ഭരണസമിതിയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള പ്രാരംഭ വേദിയാണ് നമ്മളിന്ന് ഇവിടെ പങ്കെടുത്തത്. നമുക്ക് വിജയം ഉറപ്പാണ്, യാതൊരു സംശയവുമില്ല. 1ാം വാർഡിൽ നിന്നും ഷിഹാബ്, 2ാം വാർഡിൽ നിന്നും ശൈലേഷ് പട്ടിക്കാടൻ, 3ാം വാർഡിൽ നിന്ന് ജുബൈരിയ, 4ാം വാർഡിൽ നിന്ന് P. നജീബ്, 5ാം വാർഡിൽ നിന്ന് ഹസീന, 6ാം വാർഡിൽ നിന്ന് റഷീദ്, 7ാം വാർഡിൽ നിന്ന് ഷിൻഡു മാത്യു, 8ാം വാർഡിൽ നിന്ന് ഷീനാജിൽ, 9ാം വാർഡിൽ നിന്ന് ഹമീദ ഒപ്പി, 11ാം വാർഡിൽ നിന്ന് ഹുസ്ന പുളാമ്പറത്ത്, 12ാം വാർഡിൽ നിന്ന് അബ്ദുൽ ലത്തീഫ് മഠത്തിൽ, 13ാം വാർഡിൽ നിന്ന് ഹരി മങ്കട, 14ാം വാർഡിൽ നിന്ന് മൃദുല, 15ാം വാർഡിൽ നിന്ന് ഇല്ലിക്കുത്ത് ഹസീന സീരത്ത്, 16ാം വാർഡിൽ നിന്ന് രത്നവല്ലി, 17ാം വാർഡിൽ നിന്ന് സക്കീന ചമ്മങ്ങും സക്കീന. ആസന്നമായ
ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളുടെ ആദ്യഘട്ടം ആണ് നമ്മൾ പിന്നിട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങോട്ട് അധികം ദിവസങ്ങളില്ല. നമ്മുടെ മുമ്പിൽ വളരെ ഒരു മാസത്തിൽ താഴെയുള്ള ദിവസങ്ങൾ മാത്രമാണുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് ചെയ്തു തീർക്കേണ്ട ഒരുപാട് പ്രക്രിയകളുണ്ട്. അതുമായി മുന്നോട്ട് പോകേണ്ട ഒരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചുകൊണ്ട് വീടാന്തരം കയറി ഇറങ്ങിക്കൊണ്ട് നമ്മുടെ കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നോളം ഉണ്ടാകാത്ത വികസന പ്രക്രിയകൾ കാഴ്ചവെച്ച ഒരു ഇടതുപക്ഷ സർക്കാരാണ് നമ്മുടെ മുമ്പിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 1 കോടിയിലധികം ആളുകൾക്ക് ക്ഷേമ പെൻഷനുകളും മറ്റ് ആനുകൂല്യങ്ങളും കൊടുത്തുകൊണ്ട് താഴെക്കിടയിലുള്ള ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പഠിച്ച് അവർക്ക് വേണ്ടി ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അതുകൊണ്ട് തന്നെ നമുക്ക് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഒരു മടിയും വിചാരിക്കേണ്ട. ജനങ്ങൾ നമ്മളെ 2 കൈയിൽ നീട്ടി സ്വീകരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മുടെ നാട് മുന്നേറട്ടെ, മുന്നേറട്ടെ. ഓരോ വോട്ടും വികസനത്തിന്.